അല്ല അജു ഇതേ അഭിപ്രായം വെച്ചിട്ടാണ് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയല്ലോ, ജേക്കബിന്റെ സ്വർഗരാജ്യം അല്ലേ? അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പം അപ്പൊ മനസ്സിലായത് നല്ല പണിയുള്ള പരിപാടിയാണ്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അത് ഇറങ്ങിയപ്പോ? ചേട്ടൻ ആ ചോദ്യം ചോദിച്ചപ്പോ തന്നെ എന്റെ മുഖത്തൊരു ഭാവം ആ ഓർമ്മകൾ അല്ലേ? ദുബായിലായിരുന്നു ചേട്ടാ ഷൂട്ട്. അപ്പൊ ഞാൻ 2015 നവംബർ ഡിസംബർ. അപ്പൊ എന്റെ അങ്ങനെ ഒക്കാത്തൊരു പണിയുടെ തോളയിൽ വെച്ചത് അല്ല, അപ്പൊ എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷനും റൈറ്റിംഗും ആയിരുന്നു എന്റെ ആഗ്രഹം. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ നടനായി മാറിയത്. കാര്യം ഞാനൊരു സ്കൂൾ നാടകമോ ഒരു പാട്ട് പാടാനോ സ്റ്റേജിൽ കയറിയിട്ടില്ല ജീവിതത്തില്. അപ്പൊ നടൻ കൈപ്പിഴയാണത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സിനിമാ നടനാകാൻ മോഹിക്കുക എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീഡി അറ്റംപ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയത് അതാണ്. ആദ്യ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബാണ്. അതെ. അപ്പൊ ഈ സിനിമയില് അജുവിനെ എന്തിന് വിനീത് ശ്രീനിവാസൻ സെലക്ട് ചെയ്തു എന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വിനീതിന്റെ ന്യായീകരണം ഉണ്ടാവും. ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയൊരു ലോട്ടറി അത് ഞാൻ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്ത് ബുദ്ധിയാണല്ലോ എനിക്കത് ഗുണമായി. എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാലോ, ആ മലർവാടി ആർട്സ് ക്ലബിന്റെ ഒരു ചെറിയ വീഡിയോ അജുവിനെ ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം. മലർവാടി ആർട്സ് ക്ലബിലെ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കുട്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആദ്യമായി കഥ, തിരക്കഥ, സംവിധാനം ചെയ്യുന്നതും ഗാനം രചിച്ചതും അതിലെ ഗാനങ്ങൾ ചിലതൊക്കെ പാടിയിരിക്കുന്നത് അദ്ദേഹമാണ്. എൻ്റെ വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ചെറിയ ഈ 4 പേരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ഒരു എന്റർടൈനർ. ഇതാണല്ലേ ഇത് കുറച്ച് ഓടിയതാ ഈ സാധനം അല്ലേ? ഞാൻ തന്നെ എടുത്തിട്ടേ. കാര്യം ഇത് ആ സമയത്ത് ഷൂട്ട് ചെയ്തൊരു കുട്ടി എനിക്ക് അയച്ചു ആ പയ്യൻ. അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ ഞങ്ങൾക്ക് ഇത് വളരെ എങ്ങായിരിക്കുന്നു. അല്ല, 25 വയസ്സുള്ള ഇത് ഞങ്ങൾക്ക് വളരെ അമൂല്യമാണ്. കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ കാണുന്നവർക്ക് ഇത് ഭയങ്കര കോമഡി. അല്ലെന്നാലും നന്നായി. കാരണം അജു എന്നുവെച്ചാല് ഒരു തുടക്കക്കാരന്റെ ഒരു പരിഭ്രമവും ഒക്കെ വെച്ച് സംസാരിക്കുന്ന ഇനിയിപ്പോ കാണാൻ പറ്റൂ? ഇല്ല അല്ലേ? അത് അന്ന് കണ്ടത് അല്ല, അതൊക്കെ മുഖത്തുണ്ട് തന്നെ. അതൊക്കെ ഇനി നമുക്ക് വരുത്തി ചേർക്കാൻ വലിയ പാടല്ല. നമ്മള് മടി പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായത്. അപ്പം അങ്ങനെ യാദൃശികമായ അഭിനയത്തിലോട്ട് വന്നപ്പോഴും എന്റെ ഉള്ളിൽ ആ കെടാത്ത ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അതാണല്ലോ ആഗ്രഹിച്ചത്. എവിടെയോ ഒരു ശ്രീനി സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ സിനിമയായിട്ട് ബന്ധമുള്ളവരുണ്ടോ? നാടകം, കളരി, കഥകളി, അപ്പം ഈ ആഗ്രഹം ഞാൻ വിനീതിനോട് കോളേജ് തൊട്ടേ പറയുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് എഴുതണം, അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യണം. കോളേജ് വെച്ച് കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ഇത് ഇലക്ട്രോണിക്സും അതേതായിരുന്നു? മെക്കാനിക്കൽ. ഭയങ്കര പഠിപ്പിച്ച ഡിസ്റ്റിങ്ഷനാ. അതിന്റെ കൂടെ അത് പ്രതീക്ഷിച്ചില്ല. ഡിസ്റ്റിങ്ഷനാ. അപ്പൊ അങ്ങനെ നിന്നപ്പോ ഞാൻ ഈ 2015 നവംബർ ഡിസംബർ എനിക്ക് ആ സമയത്ത് സിനിമകൾ ഉണ്ട്. ഞാൻ വന്ന സിനിമകൾ 2 എണ്ണം ഞാൻ പറഞ്ഞു ഞാനില്ല, ഇതേപോലെ എൻ്റെ അസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. വിനീത് അപ്പോഴേ എന്നോട് പറഞ്ഞു, വരുന്ന സിനിമകൾ വിട്ടിട്ട് നീ പണിക്ക് വരരുത്, നിനക്ക് ചിലപ്പോൾ ഈ പണി ഇഷ്ടപ്പെടില്ല, നിന്നെ കൊണ്ട് പറ്റൂല. ഇത് പറഞ്ഞിരുന്നു പുള്ളി ആദ്യം ആ പുള്ളിയുടെ സൈഡ് ക്ലിയർ ചെയ്തു. ഞാൻ എൻ്റെ വാശിക്ക് പറഞ്ഞു, ഇല്ല, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ സ്വപ്നം. ഞാൻ ഫ്ലൈറ്റ് കയറി ഇവരോടൊപ്പം. ചേട്ടാ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ പോകുക. ഇവർ ഷൂട്ട് ചെയ്യുമ്പം ഈ മോണിറ്ററിന്റെ വിനീത് ഇരിക്കുന്നതിന്റെ ഇപ്പുറത്തിരിക്കുക, ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് നിവിന ചെയ്ത് ശരിയായില്ല, ഒന്നുകൂടെ അടുപ്പിക്ക് ശരിയായില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വൈകിട്ട് നിവിനിപ്പോ പാക്കപ്പ് ഒക്കെ കഴിയുമ്പം എവിടെ കറങ്ങാൻ പോയാലോ എവിടെങ്കിലും, ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. അതായത് ഒരു അസിസ്റ്റന്റ് ഡയറക്ഷനേക്കാളും എല്ലാവരും ചുമ്മാ അവിടെ ആള് കളിച്ച്. എന്റെ കൂട്ടുകാരനാ പ്രൊഡ്യൂസർ നോബിള്, എന്റെ കൂടെ വിനീതിനോടെ കോളേജിൽ പഠിച്ച്. അപ്പം കൂട്ടുകാരന്മാര് ദുബായിൽ ഒരു പടം ഷൂട്ട് ചെയ്യുമ്പം നമ്മളവിടെ ആള് കളിച്ച് നിൽക്കുന്ന ഒരു കാര്യസ്ഥ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെന്ന് ഇറങ്ങി, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, വെളുപ്പിനെ ചെന്ന് ഇറങ്ങി 7 മണിക്കത്തെ ലാൻഡിങ് ഫ്ലൈറ്റ്. 10 മണിയായപ്പം ലൊക്കേഷൻ കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന്. കാര്യം 3 ദിവസം കഴിയുമ്പോൾ മരുഭൂമി, അവിടെ ഓരോ ഏരിയകൾ എനിക്കറിയില്ല ഇപ്പൊ പെട്ടെന്ന്. 3-ാം ദിവസം ഞാൻ വിചാരിച്ചു ഇത് തിരിച്ചു കയറാം. പക്ഷെ അവിടെ എനിക്ക് പറ്റിപ്പോയ അബദ്ധം, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അത്യാവശ്യം 1-2 മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഞാൻ അതുകൊണ്ട് തിരിച്ചു വന്ന നാണക്കേടാ. രാവിലെ 5 മണിക്ക് ഇറങ്ങണം, എണീക്കണം എന്നല്ല, ഇറങ്ങണം. വാനിൽ കയറി പോയാലേ എവിടെയോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. അത് എല്ലാരും കൂടെ ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാരും കൂടെ ഉള്ള വാനാ. ഈ 5 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 4:30 എണീക്കണ്ടേ. ഇത് കഴിഞ്ഞ് വിനീതിന്റെ സെറ്റിൽ ചേട്ടാ, സത്യസന്ധമായിട്ടും എല്ലാ സെറ്റും അങ്ങനെ ആയിരിക്കാം, ഈ പുള്ളി ഇരിക്കൂല. സംവിധായകൻ ഇരുന്നില്ലെങ്കിൽ നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നടനല്ലല്ലോ. അന്നാണ് ഞാൻ മനസ്സിലാക്കി ഇവരൊന്നും ഇരിക്കുന്നില്ല എന്ന്. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴേ ഒന്ന്
ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കുന്നുള്ളൂ. എനിക്കിത് പരിചയമില്ലാത്തൊരു പരിപാടിയായി പോയി. ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു നടനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ഞാൻ ബോധർ ചെയ്തിട്ടില്ല. ഞാൻ എന്തിനു നോക്കണം, നിൽക്കുന്നത് നിൽക്കട്ടെ. എനിക്കെന്ത്